വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ എല്ലാവരെയും തന്നെ ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ടോക്സിക് ലേഡി. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. എന്നാൽ ഈ സ്ത്രീയെ പരിശോധിച്ചവരും ചികിത്സിച്ചവരും എല്ലാവരും തന്നെ വിഷവാതകം ശ്വസിച്ച് അവിടെ തളർന്നു വീഴുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരം വിഷവാതകം ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണശാലയായി മാറിയത്? ശരിക്കും എന്താണ് നടന്നത്? ഈ സംഭവം നടക്കുന്നത് 1994 ഫെബ്രുവരി 19 അമേരിക്കയിലെ കാലിഫോർണിയയിലെ റിവേഴ്സൈഡ് ജനറൽ ഹോസ്പിറ്റൽ വെച്ചാണ്. അവിടുത്തെ എമർജൻസി റൂമിൽ അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. രാത്രി കൃത്യം 8:15 ഗ്ലോറിയ റാമറസ് എന്ന 31 വയസ്സുള്ള സ്ത്രീയെ കടുത്ത ശ്വാസതടസ്സവും ഉയർന്ന ഹൃദയമിടിപ്പുമായി അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നു. ക്യാൻസർ ബാധിതയായ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ഒട്ടും സമയം കളയാതെ പണിപ്പെട്ടു. രോഗിക്ക് മരുന്നുകൾ നൽകുന്നതിനിടെയാണ് നഴ്സുമാർ ആ ആദ്യത്തെ വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുന്നത്. ഗ്ലോറിയയുടെ ശരീരത്തിൽ കട്ടിയിലുള്ള എണ്ണമയമുള്ള ഒരു ദ്രാവകം പടർന്നിരിക്കുന്നു. ഉടൻ തന്നെ അവരുടെ രക്തസാമ്പിൾ എടുത്തു. രക്തം സിറിഞ്ചിലേക്ക് വലിച്ചെടുത്ത ആ നഴ്സ് നിമിഷ നേരത്തേക്ക് ഒന്ന് പകച്ചു. ആ രക്തത്തിൽ നിന്ന് കടുത്ത വെളുത്തുള്ളിയുടെ മണം ഉയരുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ വിചിത്രം, സാധാരണ ചുവപ്പ് നിറമുള്ള രക്തത്തിനുള്ളിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ പരലുകൾ, അതായത് ക്രിസ്റ്റലുകൾ ഒഴുകി നടക്കുന്നു. രക്തസാമ്പിൾ എടുത്ത നഴ്സ് പെട്ടെന്ന് തന്നെ തലകറങ്ങി താഴേക്ക് വീണു. തൊട്ടു പിന്നാലെ രക്തം പരിശോധിച്ച ഡോക്ടർക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങുകയും അവരുടെ കൈകാലുകൾ തളരുകയും ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ ആ എമർജൻസി റൂമിലെ സ്ഥിതിഗതികൾ ആകെ വഷളായി. ഒന്നല്ല രണ്ടല്ല, അവിടെയുണ്ടായിരുന്ന 23 ജീവനക്കാർക്ക് കടുത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. എമർജൻസി റൂം ആകെ ഭീതിയിലാണ്ടു. ആർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ആ മുറിയിലുണ്ടായിരുന്ന വായുവിന് എന്തോ കാഠിന്യമേറിയ വിഷാംശം കൈവന്നതുപോലെ. എല്ലാവരും ശ്വാസം കിട്ടാതെ നിലവിളിച്ചു. ഉടൻ തന്നെ ഹോസ്പിറ്റൽ അധികൃതർ എമർജൻസി റൂമിൽ ഉള്ളവരെയെല്ലാം ഒഴിച്ചു മാറ്റി രോഗികളെ പുറത്തേക്കിറക്കി. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് രാത്രി 8:50 ഗ്ലോറിയ റാമറസ് മരണത്തിന് കീഴടങ്ങി. ആരായിരുന്നു ഗ്ലോറിയ? അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന ആ വിഷവാതകം എന്തായിരുന്നു? പിന്നീട് അമേരിക്കയിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ആ തിയറി പുറത്തു വരുന്നത്. ക്യാൻസർ മൂലമുള്ള കടുത്ത വേദന കുറയ്ക്കാൻ ഗ്ലോറിയ ഡൈമീഥൈൽ സൾഫോക്സൈഡ് എന്നൊരു മരുന്ന് ശരീരത്തിൽ ഉപയോഗിച്ചിരുന്നു. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർമാർ നൽകിയ മരുന്നുകളും ഓക്സിജനും ഗ്ലോറിയയുടെ ശരീരത്തിലെ ഈ കെമിക്കലുമായി ചേർന്നപ്പോൾ അത് അപൂർവമായ ഒരു രാസപ്രവർത്തനത്തിന് വഴിവെച്ചു. തുടർന്ന് അവരുടെ ഹൃദയം വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ഡോക്ടർമാർ നൽകിയ ഇലക്ട്രിക് ഷോക്ക് കൂടിയായപ്പോൾ ഈ കെമിക്കൽ ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന മാരകമായ കെമിക്കൽ വെപ്പണായി. അതായത് ഒരു ശാസ്ത്രീയ വിഷവാതകമായി മാറി എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഒരു മനുഷ്യ ശരീരത്തിൽ വെച്ച് ഇത്രയും സങ്കീർണമായ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നടന്നു എന്നതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ എത്ര വലിയ സയൻറ്റിസ്റ്റുകൾക്കായാലും ഇതുവരെ സാധിച്ചിട്ടില്ല. കെമിസ്റ്റുകളും മറ്റും ഇത് അസാധ്യമാണെന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. എന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? മനുഷ്യ ശരീരം വിഷവാതകം ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണശാലയായി മാറിയത്. എന്തായാലും ടോക്സിക് ലേഡി ഇപ്പോഴും മെഡിക്കൽ സയൻസിന് കൃത്യമായ ഉത്തരം കിട്ടാത്ത നിഗൂഢതയെ തുടരുകയാണ്.